ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഭയങ്കര ചൂട് ഫ്രണ്ട്സ്, സഹിക്കാൻ വയ്യാട്ടോ. എന്താ കണ്ടോ, അതൊരു പൂച്ചയെ നോക്കുന്നതാട്ടോ. ഇങ്ങനെ ഒരു എത്തി നോട്ടം അവന് പതിവാട്ടോ. വന്നു കഴിഞ്ഞാൽ 4 വശം എത്തി നോക്കലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഒരുത്തം കണ്ടോ ചെന്ന് നോക്കുന്നത്. എവിടെ ആ ചേട്ടനെ വിളിക്കുന്നതാണ്. അവിടെ ചെന്ന് കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവം. എന്താ പൊന്നോ, ഇന്നലെ ഒരു സംഭവം ഉണ്ട്. എവിടെ കയറി നിൽക്കല്ലേ പൊന്നോ, ഇന്നലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ചേട്ടനെ വിളിക്കുന്ന പട്ടം പറപ്പിക്കാനാണ് ഈ വിളിക്കുന്നത്. പട്ടം പറപ്പിക്കുന്ന കളിക്കുന്ന സീനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ടോ. ആ കൊച്ചിനെ വിളിക്കാൻ അവിടെ അവർക്ക് സ്കൂളിൽ പോണ്ടേ പൊന്നു. അവർ സ്കൂളിൽ പോയി കണ്ടോ. എല്ലാവരെയും 4 വശത്തുള്ള വീട്ടുകാരെ വിളിച്ചുണർത്തുന്നതാണ് കണ്ടോ. മോളിൽ കയറിയ ഇതാ പരിപാടി. ഇന്നലെ ഒരു സംഭവം നടന്നു കേട്ടോ. എന്താണെന്നറിയാമോ, ഇവനെയും കൊണ്ട് ഡാഡി റോഡിലേക്ക് പോയപ്പോൾ എന്താണെന്നറിയാമോ, ഒരു പൂച്ച കിട്ടനെ ഒരാൾ കൊട്ടയിലിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവനിങ്ങനെ പെട്ടെന്നൊന്ന് കുരച്ചു കേട്ടോ. അപ്പോൾ ആ പയ്യനെന്തോ പേടിച്ച് ആ കൊട്ട താഴെ വീണുപോയി. ആ കിട്ടൻ പെട്ടെന്ന് ചാടി അപ്പുറത്തെ വീട്ടിൽ മതിലിൽ കൂടെ പോയി അവിടെ കയറിയിരുന്ന്. ആ കിട്ടൻ ഓടിപ്പോയി അപ്പുറത്തെ ഒരു മാർവാടീസിൻ്റെ വീടുണ്ട്, അവിടെ പോയിരുന്നു. അവർ ആ ജനലടച്ചു അടുക്കളയിലേക്ക് കയറാതിരിക്കാൻ. അപ്പോൾ അവരുടെ ഗേറ്റ് തുറക്കാതെ ഈ പയ്യന് ആ കിട്ടനെ പിടിക്കാനും പറ്റില്ല. ഗേറ്റ് തുറന്ന് വണ്ടിയിലെ ഗേറ്റ് തുറന്ന് അവരുടെ അകത്തേക്ക് പോയിരുന്നാൽ അത് പേടിച്ച് ചെന്ന് ഇരുന്നതായിട്ടോ. പിന്നെ എങ്ങനെയൊക്കെ ആ പയ്യൻ വിളിച്ച് കൊണ്ടുപോയി. കാരണം അവനെ കടിക്കാൻ ചെന്നല്ല, കിട്ടനെ കണ്ടുകൊണ്ട് ഇവൻ കുരച്ചതാണ് കേട്ടോ. പക്ഷേ ഇവൻ്റെ ഹസ്കി വോയിസ് അല്ലേ, അവൻ പേടിച്ചു പോയി കൊട്ട താഴെ വീണ് പോയി കേട്ടോ. അപ്പോൾ എന്താണ്, കൊട്ടയുടെ അകത്തിരുന്ന കിട്ടൻ പുറത്തേക്ക് ചാടി അപ്പുറത്തെ വീട്ടിൽ മതിൽ ചാടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അവർക്ക് കുഞ്ഞ് ഹോള് മതിയല്ലോ പോവാൻ. പക്ഷേ എടുക്കണമെങ്കിൽ അവർ പിന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു, അതിനെ എടുത്തു വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇവൻ പാവമാണ്. പക്ഷേ ഈ പുതിയതായിട്ട് കാണുന്നുള്ളവർ ഇവനെ കണ്ട് പേടിച്ചു. ഇവൻ്റെ ഈ നീളവും വണ്ണവും പിന്നെ കൂടാതെ ഇവൻ്റെ വോയിസും ഒക്കെ കൂടെ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി കേട്ടോ. അപ്പോൾ പറഞ്ഞതാണ് നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. മോൻ്റെ കളിയും ചിരിയും ഒക്കെ ആയിട്ടൊക്കെ ഒരു ചെറിയ അല്ലു എണീറ്റ് നടക്കാൻ തുടങ്ങി കേട്ടോ. അവൻ ആ കടയിൽ നിന്ന് എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. പാവ കുറേ നേരം തടവി കൊടുത്തു. അപ്പോൾ ഇവൻ ഓടാനും നടക്കാനൊക്കെ തുടങ്ങിയേ കണ്ടല്ലോ. കാലും ഇപ്പോൾ പെർഫെക്റ്റായി. ഇവനൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. അല്ലോ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നതാ പുള്ളിക്കാരൻ. അവള് കാലു പോക്കോ. ദീപക് ആഴ്ചേ दीपक आशे कालू हमको देखे आशी हमारा पीछे पीछे दुकान में छिलो हमको देख जाना माटी करने जो ताकत नहीं शक्ति नहीं हमको देखे आशे रे देखी तो हमको देखे पड़े आसबे कल की दुकान गेला आधा घंटा हमें मसाज करे दिए देखे जाओ जाओ बसो ओदिके। हाँ जल खाइछो വെള്ളം കുടിച്ചാടാ നീ? ദീപക്ക് വന്നു. അപ്പോൾ പണി നടക്കട്ടെ. സകലത്തെ പണി ഓടണുണ്ടോ ഒരുത്ത ഓടണുണ്ടോ? ഇത് വീഴല്ലേ അവിടെ, വീഴാൻ നിൽക്കല്ലേ. വീഴല്ലേട്ടാ. ഈ ഉണ്ടോ ചേട്ടന്മാർ ഒച്ച എടുക്കല്ലേ ഇങ്ങനെ നീ. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ഓടല്ലേ. ഓടി പിടിക്കല്ലേ മമ്മിയെ. ഇവിടെ അങ്ങനെ ഓടി പെട്ടെന്ന് കയറല്ലേ ഏട്ടാ, വീഴും മോന്. കണ്ട അതെ അവിടെ പട്ട ഇവിടെ ഗുടിയുടെ പിറകെയുള്ള ഓട്ടമാണ്. കണ്ട ആൻറ്റി പട്ടം പറപ്പിക്കണ കണ്ട. എവിടെയാണ് പോകുന്നത്? ഇങ്ങനെ നടക്കുന്നത് എന്താണ്? എടുത്തോണ്ട് വാ. അവിടെ കയറി ചാടരുത് കേട്ടാ.
എവിടെ ദേ കണ്ടോ ചേട്ടന്മാർ ഗുടി പറപ്പിക്കുന്നു. ഗുടി മഞ്ഞ കളർ കൂടി എടുക്കപ്പോന്നെ. കണ്ട അമ്മ എടുത്തു തരട്ടെ, മാമി എടുത്തു തരട്ടെ പൊന്നിനി. അമ്മ എടുത്തു തരാം കേട്ടാ. നിൽക്ക് കേട്ടോ മോൻ വരണ്ട, അമ്മ എടുത്തു തരാം. നിൽക്ക് വേണ്ടേ അശ്വനാ അവനേക്ക് വീഴും. ഞാൻ മോൻ വരണ്ട, മമ്മ എടുത്തു തരാം കേട്ടാ. അശ്വനാ അവനേ വരുന്നില്ല പൊന്നാ, വരുന്നില്ല പൊന്നാ, വരുന്നില്ല. അവനാ പട്ടം കൊടുക്കാൻ വേണ്ടി അവർ നോക്കുന്നു, പക്ഷേ അത് ഇങ്ങോട്ട് കാറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. എവിടെ പൊന്നിന് വേണോ? കൈറ്റ് ഗുടി അവിടെ കയറി നിൽക്കരുത് കേട്ടാ, പെട്ടെന്ന് അങ്ങനെ കയറുമ്പോൾ വീഴും, പതുക്കെ അല്ല. ഓടിച്ചാവേ താജ് നോക്കട്ടെ. ഇങ്ങനെ കയറല്ലേ, ഓൻ വീഴൂടാ, അതുകൊണ്ടല്ലേ പറഞ്ഞ കയറാൻ നിൽക്കല്ലേ. കണ്ട കൂടി മമ്മി എടുത്തു തരാം. നിൽക്ക് മമ്മ എടുത്തു തരാം എന്ന് പറഞ്ഞില്ലേ, വീഴൂന്ന് പറഞ്ഞില്ലേ മമ്മ. ഓടിച്ചാവേ മമ്മ എടുത്തു തരാം, നിൽക്ക കേട്ടാ. വരട്ടെ, മമ്മ എടുത്തു തരാം. അവിടെ നിന്ന് മമ്മ എടുത്തു തരാം. പൊന്നു കയറണ്ട, പൊന്നു കയറി കഴിഞ്ഞാൽ വീഴൂടെ. അങ്ങനെ പെട്ടെന്നുള്ള കയറ്റം അങ്ങനെ കയറി നിന്ന് വീഴും. പതുക്കെ കയറി നിൽക്കുന്ന പോലെ അല്ല. വേണ്ട, അമ്മ എടുത്തു തരാം. മോനെ അവിടെ നിന്നോ, അമ്മ എടുത്തു തരാം കേട്ടാ. മോന് വേണ്ടേ, മോന് ഗുടി വേണോ? പട്ടം വേണോ എൻ്റെ പൊന്നിന്? അടുത്ത് അങ്ങോട്ട് പോകണം, ആ അപ്പൂപ്പനെ പിടിക്കാൻ പോണം. ഒരാളെ വെറുതെ വിടൂല നീ. വാ കണ്ടോ പിടിച്ചോ. ഇനി ചാടിക്കോ പോന്, ചാടിക്കോ. ജം എന്നാടാ സ്കൂബോ. അടുത്തതേ അങ്ങോട്ട് പോണം, അവരെ നോക്കി പോണം. വൈകുന്നേരം ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്ന പട്ടം പറപ്പിക്കലും എല്ലാവരെയും ഒന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഒന്ന് വന്നതാണ്. നീ മമ്മിക്ക് ഓടി. അവന് പെട്ടെന്ന് പതുക്കെ കയറി നിന്ന കുഴപ്പമില്ല. ഈ പെട്ടെന്നുള്ള ചാട്ടം ഉണ്ടല്ലോ, വീണ് കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ ബാക്കിൽ നടക്കുന്ന ഇങ്ങനെ. ഇവിടെ വാ ദേ ഇവിടെ ബുള്ളറ്റിൻ്റെ അവിടെ. ഓക്കെ ഇവിടെ വന്നേ. ബുള്ളറ്റിൻ്റെ അവിടെ നമ്മൾ വെള്ളം ഒഴിക്കാൻ വന്ന ഭയങ്കര ചൂട്, തുളസിയൊക്കെ വാടിപ്പോന്നേ. ബുള്ളറ്റ് ഇവിടെ ഗ്ലബ്ബാണേ, നമ്മുടെ ഗ്ലബ്ബാണ്. അപ്പോൾ പൂജ അടുത്ത മാസം 28 ദുർഗാ പൂജയാണല്ലോ ഇവരുടെ ഫെസ്റ്റിവൽ, നമ്മുടെ ഓണം പോലെ. അപ്പോൾ അത് കാരണം പണ്ടലൊക്കെ വെക്കുന്നതാണ്. നമ്മുടെ ക്ലബ്ബിലാണ് കേട്ടോ. ഇതൊന്നും തീർന്നിട്ടില്ല, അത് എല്ലാം ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. തീർന്നൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്രാവശ്യം ഒരു നല്ലതായിട്ട് പണ്ടലൊക്കെ എഴുതിനേക്കാൾ വലിയ പണ്ടലുള്ള ശ്രീഭൂമിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്ലബ്ബിലെ പണ്ടല്ലേ ഇവിടെ പണിയുന്നത്. അപ്പോൾ അതൊക്കെ ഇതാണ് നമ്മുടെ ക്ലബ്ബ് കേട്ടോ. നമ്മുടെ മോൻ ഒക്കെ ഇവിടെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ അഞ്ജലി പൂജ വെച്ചതിന് ശേഷം നമ്മളിവിടെ അഞ്ജലി ചെയ്യാൻ വരും. പിന്നെ വിസർജൻ എന്ന് പറഞ്ഞാൽ ആ 9 ദിവസം കഴിയുമ്പോൾ ദൈവത്തിനെ കൊണ്ടുപോയി ഗംഗാനദിയിൽ ഒഴുക്കില്ലേ, അതിൻ്റെ ഐഡൽ. അപ്പോഴൊക്കെ നമ്മൾ വിസർജനം ചെയ്യാൻ അതിൻ്റെ പൂജയ്ക്ക് വരും. അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ക്ലബ്ബിലെ പണ്ടൽ ഒരുങ്ങിക്കൊണ്ട് കിടക്കണം. ഇങ്ങനെ കൽക്കട്ടയുടെ എല്ലാ ക്ലബ്ബുകളിലും എല്ലാ റോഡുകളിലും ഓരോരോ ഇതായിട്ട് വയ്ക്കും. ഓരോരോ തീം അനുസരിച്ചൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ തീം കൊടുക്കുന്നില്ല, വേറൊരിടത്തൊക്കെ തീം ഒക്കെ കൊടുത്താണ്. ഓരോരോ തീം വൈസിലൊക്കെ ചെയ്യുന്ന വലിയ പണ്ടലൊക്കെ സൗത്ത് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. തീം വൈസ് എന്ന് പറഞ്ഞാൽ
ഒരുപാട് കോവിഡിൻ്റെ ഇതായിട്ട് കാരണങ്ങളായിട്ടും ഇവിടെ ഉണ്ടല്ലോ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ ബുർജ് ഖലീഫ, ഒരിടയ്ക്ക് ശ്രീഭൂമിയിൽ ബുർജ് ഖലീഫ അങ്ങനത്തെ പണ്ടെല്ലാം ഉണ്ടാക്കി കേട്ടോ, നമ്മുടെ ദുബായിലെ ലോങ്ങസ്റ്റ് കെട്ടിടം. ഇതിപ്പം ഒരു മന്ദിർ, സിമ്പിൾ ക്ഷേത്രത്തിൻ്റെ ഒരു തീമിലാണ് ഇവർ പണിയുന്നത് നമ്മുടെ ക്ലബ്ബിൽ. അങ്ങോട്ട് സൗത്ത് സൈഡിലൊക്കെ പോകുമ്പോൾ ഈ വർഷമൊക്കെ ഇനി കാണാം എന്തൊക്കെ തീം വൈസാണ് അവിടെ വരുന്നതെന്നേ. ഇതൊക്കെ ഫുള്ളാവുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇനി കോപ്പിറൈറ്റ് വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടെ, ഇവിടുത്തെ ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. നാളെ ഉറങ്ങാൻ കിടക്കുന്ന കേട്ടോ ഉച്ചയ്ക്ക്. ഞാൻ ഉറങ്ങിയതായിരുന്നു ചേച്ചിയുടെ റൂമിൽ ചെന്ന്, നല്ല തണുപ്പ്, ഭയങ്കര ചൂട് കേട്ടോ. അപ്പം ഇനി ചൂടൊട്ട് സഹിക്കില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നേരത്തെ എന്നെ വന്ന് വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ പല വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ടേ, ഇതൊന്ന് കാണണേ. അപ്പോൾ അവന് കളിക്കുകയും വേണം ഉറങ്ങുകയും വേണം. അപ്പോൾ കളിക്കാൻ വേണ്ടി ഞാൻ ഒരു കിട്ടനെ എടുത്ത് കൊടുത്തു, ബുള്ളറ്റ് പാവയും കൊണ്ട്. അപ്പോൾ അതും വെച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടു. അവന് AC വേണം, ഒട്ടും ചൂട് സഹിക്കൂല കേട്ടോ. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയമാകുമ്പോൾ എന്നെ വന്നുള്ളൊരു വിളിയാണ്, ഇങ്ങനെ കുണുങ്ങി എൻ്റെ അടുത്ത് വന്നിരിക്കും, എൻ്റെ മടിയിൽ വന്ന് ഉരസും, എന്നെ വിളിക്കും, എനിക്ക് ഉമ്മം തരും. അപ്പോൾ ചില സമയം അവന് ഈ റൂമിൽ കിടക്കണം, ചില സമയം ചേട്ടൻ്റെ റൂമിൽ കിടക്കണം. ഇനി കിടന്ന് ഉറങ്ങിക്കോളും, ഒരു 4-4:30 മണി വരെ ഉറങ്ങിക്കോളും. 4 മണിയാകുമ്പോൾ എണീക്കും, ബിസ്ക്കറ്റ് കഴിക്കും. ഇതൊക്കെയാണ് മോൻ്റെ ചില കുസൃതികളൊക്കെ ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ കേട്ടോ. നല്ല രസമല്ലേ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ മോൻ കുറച്ച് ടെറസിൽ വട്ടത്തിൻ്റെ പുറകെ ഓടുന്നതും, അത് ഇന്നാളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ ഇടുന്നു. പിന്നെ നമ്മുടെ ക്ലബ്ബ്, അപ്പോൾ അവിടെ ഇപ്പോൾ ദുർഗാപൂജയ്ക്കുള്ള പണ്ടൽസും ഒക്കെ ഒരുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതായത് ഡെക്കറേഷനൊക്കെ ഇനി വരും കേട്ടോ. നല്ല നല്ല ഡെക്കറേഷൻ ലൈറ്റിംഗ് ഒക്കെ വരും, കൽക്കട്ട മൊത്തം അങ്ങനെയൊക്കെ. ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ. നമുക്കെന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇന്നലെ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെറിയ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഇത് കണ്ടൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരും കേട്ടോ. അതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെയും വീഡിയോ ഇടാൻ മനസ്സ് തോന്നുന്നതും എൻ്റെ ശക്തി നിങ്ങളൊക്കെയാണ് കേട്ടോ. വേറെ